ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ കുടുംബ സംഗമത്തിൻ്റെ മഹാസമ്മേളനത്തിലെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവേറിയോസ് മെത്രാപ്പോലീത്ത, ബോംബെ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനി, അധ്യക്ഷ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മകൾ വ്യക്തികളെ, ബഹുമാന്യരായ കോറപ്പിസ്കോപ്പമാരെ, വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ ഈ കോലഞ്ചേരിയുടെ അങ്കണത്തിൽ ഒരുമിച്ച് സമ്മേളിച്ച് നിങ്ങളോട് സംസാരിക്കുവാൻ ഒരവസരം കൂടെ ഉണ്ടായതിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുകയാണ്. മലങ്കര സഭയിൽ ഏറ്റവും അധികം യാതനകൾ അനുഭവിക്കുകയും അതേസമയം ഏറ്റവും അധികം വൈബ്രൻ്റ് ഡയോസിസ് എന്ന് പറയത്തക്കവണ്ണമുള്ള പ്രവർത്തന ശൈലി കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഭദ്രാസനമാണ് ഇതെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ പ്രത്യേകത ഏത് ചരിത്രകാരനും വളരെ വ്യക്തതയോടെ, വളരെ പ്രൗഢഗംഭീരമായി തന്നെ ഈ ഭദ്രാസനത്തിൻ്റെ ചരിത്രവും അതിൻ്റെ ചരിത്രത്തിൻ്റെ താളുകളിലൂടെ കടന്നു വന്നിട്ടുള്ള വഴികളെക്കുറിച്ചും ചിത്രീകരിച്ചിട്ടുണ്ട്. ക്രിസ്തീയ സഭയുടെ ചരിത്രം രക്തസാക്ഷിത്വ ചരിത്രവും കൂടിയാണ് എന്ന് പറയാതിരുന്നുകൂടാ. 15-16 നൂറ്റാണ്ട് വരെ നാം എല്ലാവരും ദൈവത്തിൻ്റെ വളരെ ഐക്യതയുള്ള മക്കൾ എന്ന നിലയിലെ മലങ്കര സഭയിൽ ക്രിസ്തീയ വിശ്വാസം നിലനിന്നിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എങ്ങനെയൊക്കെയോ വിദേശ സാന്നിധ്യം ഇവിടെ വന്നതോടുകൂടി വളരെ തന്ത്രപരമായി രാജ്യത്തിൻ്റെ പരമാധികാരം നഷ്ടപ്പെട്ടു. രാജ്യത്തിൻ്റെ പരമാധികാരം മാത്രമല്ല, വ്യാപാര വ്യവസായങ്ങളിലൂടെ രാജ്യത്തിൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു. അവിടം കൊണ്ടുവന്ന് നിന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ സാത്വിക ഭക്തന്മാരെയും വിശ്വാസികളെയും അവരുടെ വിശ്വാസത്തെ അട്ടിമറിക്കത്തക്കവണ്ണമുള്ള പ്രവർത്തന ശൈലികളും ഉണ്ടായി. അതിൻ്റെ അനന്തരഫലം ഇന്നും നാം അനുഭവിക്കുകയാണ്. അതിലേറ്റവും അധികം കൂടുതൽ ഇതിലെ കഷ്ടതയുടെ പങ്ക് വഹിക്കുന്ന ഒരു ഭദ്രാസനമായിട്ടാണ് കണ്ടനാട് ഭദ്രാസനത്തെ, പ്രത്യേകിച്ച് വെസ്റ്റ് ഭദ്രാസനത്തെ ഞാൻ കാണുന്നത്. അത് ഒരുപക്ഷെ ദൈവം നമുക്ക് കൂടുതൽ ശക്തി പകർന്നു തരാൻ തക്കവണ്ണം നമ്മെ നടത്തുകയും ചെയ്യുന്നത് കൊണ്ട് അതിൽ നമുക്ക് സംതൃപ്തിയോടെ മുന്നോട്ട് നീങ്ങാം എന്നാണ് എനിക്ക് തോന്നുന്നത്. രക്തസാക്ഷികളുടെ ചരിത്രം വായിക്കുമ്പോൾ 2-3 തരത്തിലുള്ള നിർവചനം രക്തസാക്ഷിത്വത്തിന് സഭാചരിത്രം നൽകുന്നുണ്ട് എന്നാണ് എൻ്റെ നിരീക്ഷണം. ഒന്ന്, റെഡ് മാർട്ടിയേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. വിശ്വാസത്തിന് വേണ്ടി കൊല്ലപ്പെടുക. ആ കൊല്ലപ്പെടുന്ന ആള് ഒരുപക്ഷെ വളരെ ദീർഘകാല കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരികയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ ഉടനെ തന്നെ അവനെ കശാപ്പ് ചെയ്യാൻ ഒരുപക്ഷെ ഭരണാധികാരികൾ അന്ന് തയ്യാറെടുത്തിരുന്നു. അവരെ രക്തം ഭൂമിയിൽ ചിന്തപ്പെട്ട് കൊല്ലപ്പെട്ടവരാണ്. അവരെ റെഡ് മാർട്ടേഴ്സ് എന്ന് പറയും.
കുറേ വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ രാജ്യത്ത് ക്രൈസ്തവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ വിശ്വാസത്തിന് വേണ്ടി കൊല്ലപ്പെടുവാൻ അല്ലെങ്കിൽ കൊന്നൊടുക്കുവാൻ അധികാരികൾ ഇല്ലാതെ വന്നപ്പോൾ സ്വയം ക്രിസ്തുവിന് വേണ്ടി ജീവിതം ബലിയർപ്പിക്കാൻ തക്കവണ്ണമുള്ള മൗദ്യാനന്മാരും അതുപോലെ വനവാസികളും മണലാരണത്തിൽ കഴിഞ്ഞ് സ്വയം ഇല്ലാതാകുന്ന ക്രൈസ്തവ വിശ്വാസികളും ഉണ്ടായി. അവരെ വൈറ്റ് മാർട്ടിയേഴ്സ് എന്ന് പറയുന്നു. മൂന്നാമതൊരു ഗ്രൂപ്പ് ഉത്തമ കുടുംബജീവിതം നയിച്ച് യേശുക്രിസ്തുവിൻ്റെ നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും അക്ഷരം പ്രതി പാലിച്ച് ക്രൈസ്തവ ജീവിതം മറ്റു വിധത്തിലുള്ള കഷ്ടപ്പാടുകളൊന്നും കൂടാതെ സാധാരണ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ മാത്രമായി ജീവിച്ച് അവസാനിക്കുന്ന ഗ്രീൻ മാർട്ടിയേഴ്സും ഉണ്ട്. പക്ഷെ ഇതിലൊന്നും പെടാത്ത ഒരു ഗണമാണ് മലങ്കര സഭയുടെ വടക്കൻ മേഖലയിലുള്ള ഒരു പ്രത്യേക മാർട്ടിയേഴ്സ് ഗ്രൂപ്പ്. അവരെന്ത് വിളിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരാളെ വെടിവെച്ച് കൊല്ലുവാണെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ടോ 3 മിനിറ്റ് കൊണ്ടോ ആ മനുഷ്യൻ്റെ കഷ്ടതകൾ, പീഡനങ്ങൾ അവസാനിക്കും. പക്ഷേ ഇവിടുത്തെ കഷ്ടതകൾ എന്ന് പറയുന്നത് അൺഎൻഡിങ് സഫറിങ് മാർട്ടിയേഴ്സാണ് നമ്മൾ. അങ്ങനെയുള്ള ഒരു വഴികളിലൂടെ പോകുമ്പോൾ ഒരു പക്ഷേ നാം ദൈവ സന്നദ്ധിയിൽ തന്നെ പതറാതെ നിലനിൽക്കണമെങ്കിൽ പല വിധത്തിലുള്ള സാമൂഹ്യ സേവന പദ്ധതികളിലൂടെ മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ് എന്നും കൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഒരു ക്രൈസ്തവ ധാർമ്മികത എന്ന് പറയുന്നത് ദൈവത്തിലും യേശുക്രിസ്തുവിലുമുള്ള അഗാധമായ വിശ്വാസവും അതുപോലെ മനുഷ്യരോടുള്ള സ്നേഹവും ദരിദ്രന്മാരെയും സമൂഹത്തിൽ അനാഥരായവരെയും അശരണരെയും കരുതുന്ന ദൈവരാജ്യ ക്രൈസ്തവ സന്ദേശം അത് പുലർത്തുന്നതോടൊപ്പം തന്നെ കഷ്ടപ്പാടുകൾ നിരന്തരമായി സഹിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ക്രിസ്തീയ ധാർമ്മികതയുടെ ഒരു സമഗ്രത അഥവാ ഒരു പൂർണ്ണത ഉണ്ടാകുകയുള്ളൂ എന്ന് വേണം വിചാരിക്കുവാനായിട്ട്. ഈ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനം മലങ്കര സഭയിൽ ചെയ്യുന്ന സാധു ജനസേവന കാര്യങ്ങൾ ഒന്നും ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യപൂർവം നിങ്ങളെ നയിക്കുന്ന ഇടയശ്രേഷ്ഠൻ അഭിവന്യ മാത്യൂസ് മാർ സേവേറിയോസ് തിരുമേനി നിങ്ങളിലൂടെ തന്നെ കൂടുതൽ ആശ്രയിച്ച് നിങ്ങളെ തന്നെ ഉപയോഗപ്പെടുത്തി ഈ സാധുജന സേവനം തിരുമേനി ചെയ്യുന്നു എന്നുള്ളത് അത്ഭുതത്തോടെ മാത്രമേ എനിക്ക് കാണുവാൻ കഴിയുന്നുള്ളൂ. അത് തുടരട്ടെ. അത് തന്നെയാണ് നമ്മുടെ ആധ്യാത്മികമായ ജീവിതത്തിൻ്റെ ഏറ്റവും നമുക്ക് ബലം തരുന്നത്. അത് തന്നെയാണെന്നുള്ളത് ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 1995 മുതൽ നിങ്ങൾ ഭദ്രാസന ദിനം ആചരിക്കുവാൻ തുടങ്ങി. ഇപ്പോഴത് ഭദ്രാസനത്തെ ഒരു കുടുംബം എന്ന നിലയിൽ പരിഗണിച്ച് ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന വിധത്തിലുള്ള ഒരു സമ്മേളനം, സംഗമം എല്ലാ വർഷവും നിങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ ഈ കഷ്ടതകളൊക്കെ സഹിക്കുമ്പോഴും വിഭവ സമാഹരണം നമുക്ക് അതും ഒരുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ആധ്യാത്മികമായ ജീവിതം നയിക്കുന്ന സമൂഹത്തിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണെന്നാണ് നാം പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ജനാധിപത്യ രാജ്യത്തിലും കോടതി വിധികൾക്ക് വിലയില്ലാതാകുന്നത് ഈ കണ്ടനാടും വടക്കൻ മേഖലകളിലുമാണെന്നുള്ളത്
ജനാധിപത്യത്തിൻ്റെ പോരായ്മയും തേയ്മാനവുമായിട്ടാണ് ഞാൻ കാണുന്നത്. എത്ര കാലം ദൈവം ഇങ്ങനെ ഈ ജനാധിപത്യത്തെ ആവശ്യമുള്ളവർക്ക് ആവശ്യം പോലെ വ്യാഖ്യാനിച്ച് നീതി നിഷേധിക്കപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ദൈവം എത്ര കാലം ഭാരതത്തിന് സൗകര്യം നൽകുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കെപ്പോഴും ആഗ്രഹമുള്ളത് നമ്മുടെ ഇഷ്ടം നടക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഭരണാധികാരികളും രാഷ്ട്രീയ നേതാക്കന്മാരും ഒത്തുകളിച്ച് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹമായി നമ്മളിവിടെ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നു. ദൈവം മാത്രം അതിൻ്റെ ആഴം എന്തെന്നുള്ളത് അറിയുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റൊരു നാളെ ഈ കഷ്ടതകൾക്ക് ഒരു അറുതി വരാതിരിക്കുകയില്ല എന്ന് ആഴമായി ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദീർഘമായി ഒന്നും തന്നെ പറയുന്നില്ല. നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളിലും കൂട്ടായ്മകളിലും പ്രവർത്തന ശൈലികളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി ഇനിയും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും മലങ്കര സഭ സമ്പൂർണമായി നിങ്ങളോടൊപ്പമുണ്ട്, വ്യക്തിപരമായ വിധത്തിലും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.